പണ്ഡിതൻ ഹോജയെ സംവാദത്തിന് വെല്ലുവിളിച്ചു. ഹോജ ക്ഷണം സ്വീകരിച്ച് തീയതിയും സമയവും കുറിച്ചു. പണ്ഡിതൻ സമയത്തെത്തിയെങ്കിലും ഹോജയുടെ വീട് പൂട്ടിക്കിടക്കുകയായിരുന്നു. ദേഷ്യം വന്ന അദ്ദേഹം വാതിലിൽ പമ്പര വിഡ്ഢി എന്നെഴുതി വെച്ച ശേഷം സ്ഥലം വിട്ടു. തിരിച്ചെത്തിയ ഹോജ വാതിലിലെ എഴുത്ത് കണ്ടപ്പോഴാണ് സംവാദത്തിൻ്റെ കാര്യം ഓർത്തത്. ഉടനെ അദ്ദേഹം പണ്ഡിതൻ്റെ വീട്ടിലെത്തി തൻ്റെ അസാന്നിധ്യത്തിന് ക്ഷമ ചോദിച്ചു. എന്നിട്ട് പറഞ്ഞു, താങ്കളുടെ പേര് വാതിലിൽ എഴുതി വച്ചിട്ട് പോന്നത് നന്നായി. ഇല്ലെങ്കിൽ താങ്കൾ വന്നിരുന്നെന്ന് എനിക്ക് മനസ്സിലാകില്ലായിരുന്നു. പാണ്ഡിത്യമല്ല, പെരുമാറ്റമാണ് പ്രധാനം. അറിവുള്ളവരെല്ലാം ആത്മപ്രകാശമുള്ളവരാകണമെന്നില്ല. തങ്ങളുടെ ബിരുദങ്ങളുടെയും നേട്ടങ്ങളുടെയും മുകളിൽ സ്വന്തം ഈഗോയുടെ കൂടാരം പണിയുന്നവരാണ് പലരും. ഒരറിവും അധികമല്ല. അറിവ് നേടുന്നവരെല്ലാം ആദരമർഹിക്കുന്നുമുണ്ട്. പക്ഷേ പെരുമാറ്റ വ്യത്യാസം ഉണ്ടാക്കാത്ത ഒരറിവും അലങ്കാരമല്ല. എത്ര ഉയരത്തിലെത്തിയാലും വേരുകൾ മണ്ണിൽ തന്നെ ഉണ്ടാകണം. അവിടെ നിന്നാണ് വെള്ളവും വളവും വലിച്ചെടുക്കുന്നത്. പടർന്നു പന്തലിക്കും തോറും തണൽ തേടി വരുന്നവരുടെ എണ്ണവും വാസസ്ഥലം തേടി ചേക്കേറുന്നവരുടെ എണ്ണവും വർദ്ധിക്കും. സഹാനുഭൂതിയും സമഭാവനയും അവരോടുമുണ്ടാകണം. ആളുകൾക്കുപകാരപ്പെടാത്ത അവരോടുള്ള സമീപനത്തിൽ ലാളിത്യം സൃഷ്ടിക്കാത്ത അറിവുകൾ സമ്പാദിക്കുന്നത് ആർക്കു വേണ്ടിയാണ്? പ്രതികരണ ശൈലിയും പ്രവർത്തന ശൈലിയും കാണുമ്പോഴറിയാം വ്യക്തിവൈശിഷ്ട്യം. തനിരൂപം പ്രത്യക്ഷപ്പെടുന്ന ചില സമയങ്ങളുണ്ട്. തനിച്ചാകുമ്പോഴും പ്രകോപിതനാകുമ്പോഴും സമ്മർദ്ദമുണ്ടാകുമ്പോഴും ആവേശഭരിതനാകുമ്പോഴുമെല്ലാം സൂക്ഷ്മ നിരീക്ഷണം നടത്തിയാൽ ഒരാളുടെ യഥാർത്ഥ സ്വഭാവരീതി മനസ്സിലാകും. പ്രതികരണ ശൈലികളിൽ ഓരോരുത്തരുടെയും കയ്യൊപ്പ് പതിയുന്നുണ്ട്. പക്വതയും വഷളത്വവും മാന്യതയും വഞ്ചനയും സത്യസന്ധതയുമെല്ലാം പെരുമാറ്റ ശൈലിയിൽ പ്രകടമാണ്. ആളുകളോട് ഇടപഴകാനുള്ള അറിവാണ് അടിസ്ഥാന അറിവ്. ഇഷ്ടമുള്ളവരോടും ഇല്ലാത്തവരോടും സുഹൃത്തുക്കളോടും ശത്രുക്കളോടും ഇടപെടേണ്ടി വരുമെന്നേ. ഇങ്ങോട്ടുള്ള പ്രതികരണത്തിനനുസരിച്ച് അങ്ങോട്ട് പെരുമാറിയാൽ അതിനർത്ഥം സ്വഭാവത്തിൻ്റെ കടിഞ്ഞാൺ മറ്റൊരാളുടെ കയ്യിലാണെന്നാണ്. ഇങ്ങോട്ടെന്ത് കിട്ടിയാലും തിരിച്ച് നല്ലത് മാത്രമേ നൽകൂ എന്ന് നിശ്ചയദാർഢ്യമുള്ളവരുടെ മനസ്സും ശരീരവും ശ്രേഷ്ഠമാണ്.